അപ്പോൾ ആരൊക്കെയാണ് ജയിലിൽ പോയത്, എന്താണ് ജയിലിൽ കൊടുത്തിരിക്കുന്ന ടാസ്ക്, ഇതെല്ലാം നമുക്കിന്നറിയാം. അതുപോലെ തന്നെ ക്യാപ്റ്റൻ നോമിനേഷൻ നടന്നു കഴിഞ്ഞു കേട്ടോ. ക്യാപ്റ്റൻ നോമിനേഷനിൽ ആരാണ് ക്യാപ്റ്റനായിട്ട് ഏറ്റവും കൂടുതൽ വോട്ട് ആർക്കാണ് കിട്ടിയത്, ഇതെല്ലാം അറിയാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ എല്ലാ റിവ്യൂസും ഇടുന്നതാണ്. നിങ്ങളെല്ലാവരും മാക്സിമം വീഡിയോസ് കാണാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ നമ്മൾ കോൺട്രവേഴ്സി മാത്രമല്ലല്ലേ, ഇതിൻ്റെ അപ്ഡേഷൻസ് പറയുക എന്നുള്ളതല്ലേ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ കോൺട്രവേഴ്സി ഉൾപ്പെടെ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അതും പറയും. അതുപോലെ തന്നെ ഈ ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സ് കൃത്യമായിട്ട് പറയും. നമ്മൾ ആരെയും ഫേവർ ചെയ്യാതെ അവിടെ എന്തൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത് ഇതെല്ലാം പറയും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു സ്പോൺസർ ടാസ്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അവർക്ക് ജയിൽ നോമിനേഷൻ ആയിരുന്നു. ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട പ്രധാനപ്പെട്ട ആൾക്കാർ, ഒന്ന് ജിസേലിന് ഏറ്റവും കൂടുതൽ വോട്ട് നേടി ജിസേൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നൊക്കെ പറയാം. അപ്പോൾ ജിസേലായിരുന്നു ഒന്നാം സ്ഥാനത്തേക്ക്. അത് ഒന്നാം സ്ഥാനത്തിന് ആദ്യം ഏറ്റവും കൂടുതൽ വോട്ട് നേടി 10 വോട്ടാണ് നേടിയത് ജിസേൽ. അതിനുശേഷം പിന്നീട് ഒനിയൽ, അതുപോലെ തന്നെ ആര്യൻ. അപ്പോൾ ഒനിയൽ ആര്യന് ടൈ വന്നതുകൊണ്ട് 7 വോട്ടുകളാണ് അവർക്ക് രണ്ടുപേർക്കും കിട്ടിയത്. അപ്പോൾ ഇതിന്റെ റീസൺ തന്നെ, ജിസേലിന്റെ റീസൺ തന്നെ രാവിലത്തെ ഒരു കാപ്പിപ്പൊടി പ്രശ്നം വന്നു. രാവിലെ കാപ്പിപ്പൊടി വീണ്ടും ഒളിച്ചു വെച്ചിട്ട് അത് എടുത്തുകൊണ്ട് വന്ന് വെച്ച്. അപ്പോൾ അവിടുത്തെ കണ്ടസ്റ്റ് എല്ലാവർക്കും ഒരുപോലെ ഇപ്പോൾ കാപ്പി കുടിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാകുന്ന, ജിസേലിന് ഇഷ്ടം പോലെ തന്നെ എല്ലാവർക്കും കാപ്പി കുടിക്കാൻ ആഗ്രഹമാണ്. അപ്പോൾ ഒളിച്ചു വെക്കാൻ ജിസേലിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നെയാണ് എല്ലാവർക്കും കൂടി ഉള്ളതല്ലേ ബിഗ് ബോസിലെ കാപ്പിപ്പൊടി. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രശ്നം വന്നപ്പോൾ എല്ലാവരും ജിസേലിനെതിരെ അങ്ങനെ. പക്ഷെ ജിസേൽ അവിടെയുള്ള ആൾക്കാരെ എല്ലാം, ആണുങ്ങളെ ആയാലും പെൺപിള്ളാരെ ആയാലും എല്ലാം ഒരു ഗ്രൂപ്പാക്കി ജിസേൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജിസേൽ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ജിസേലിനെ എല്ലാവരും കൂടി ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മുഴുവൻ റൂൾ ബ്രേക്കിംഗ് ആണ് ജിസേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റൂൾ ബ്രേക്കിംഗ് എന്നുള്ള ഒരു റീസണും കൂടി പറഞ്ഞിട്ടാണ് ജിസേലിനെ എല്ലാവരെയും ജയിൽ നോമിനേറ്റ് ചെയ്തത്. അതിനുശേഷം പിന്നീട് ആര്യനും ആര്യത്തെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ടാസ്ക് അവർ കൊടുത്തിട്ടുണ്ട്. ആ ടാസ്കിനകത്ത് ആര്യൻ കൃത്യമായിട്ടുള്ള ഒരു കാര്യം ചെയ്തില്ല. പിന്നെ അനീഷിന് വോട്ട് കിട്ടി. ആ ടാസ്കിന്റെ പേരിൽ 2-3 വോട്ടം കണ്ട് കിട്ടി. പക്ഷേ 7 ഒനിയലിന് കിട്ടിയതിന്റെ റീസൺ പറഞ്ഞാൽ ഇന്നലത്തെ പ്രശ്നങ്ങളാണ്. ഒനിയൽ വളരെ മോശമായിട്ട് റെന ഫാത്തിമയോട് സംസാരിച്ച് കീടം, പുഴു, കിളിർത്തിട്ട് വാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൈയൊക്കെ വെച്ചിട്ട്, പണ്ട് നമ്മുടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഈ റിംഗ് ഫിംഗർ ഇങ്ങനെ കാണിച്ചെന്നും പറഞ്ഞ് എന്തുമാത്രം പ്രശ്നങ്ങളായിരുന്നു. ഇപ്പൊ ഇവിടെ ഈ വിരലൊക്കെ കാണിപ്പോൾ എല്ലാ വിരലുകളും കാണിപ്പോൾ തന്നെ പണി. അപ്പൊ എന്തായാലും ഒണിയലിനെതിരെ എല്ലാവരും ശക്തിയുക്തം, പ്രത്യേകിച്ചും സ്ത്രീകളെല്ലാം ശക്തിയുക്തം വാദിച്ചു. അതിന്റെ കൂടെ അഭിലാഷിനും ജയിൽ നോമിനേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ 2-3 ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ രണ്ടുപേര് ടൈ വന്നു. 7 വോട്ടുകളാണ് അവർക്ക് കിട്ടിയത്. അങ്ങനെ ടൈ വന്ന സമയത്ത് വീണ്ടും ഒരു വോട്ടിങ്ങിലേക്ക് പോയി. അപ്പോൾ ഏറ്റവും കൂടുതൽ പേരും കൈ പൊക്കിയത് ഒനിയലിനെ ജയിലിലേക്ക് അടയ്ക്കാനായിരുന്നു. അങ്ങനെ എന്തായാലും ഒനിയലിനെയും ജിസേലിനെയും ജയിലിൽ അടയ്ക്കാനായിട്ട് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു. എന്തായാലും അതിനുശേഷം പിന്നീട് ടാസ്ക് ഒക്കെ കഴിഞ്ഞു. പിന്നെ ക്യാപ്റ്റൻ നോമിനേഷനിലേക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ഷൈത്യക്കാണ്. ഷൈത്യ കഴിഞ്ഞ ആഴ്ച ഒന്നും ചെയ്യുന്നില്ല, അവിടെയൊക്കെ മാറിയിരിക്കുക എന്ന് പറഞ്ഞാൽ ഷൈത്യക്ക് ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ വോട്ടോട് കൂടി ക്യാപ്റ്റൻ നോമിനേഷനിലേക്ക് വന്നു. പിന്നീട് നെക്സ്റ്റ് ക്യാപ്റ്റൻ നോമിനേഷനിലേക്ക് വന്നത് ആരാണ്? അപ്പാനിയാണ്. അപ്പാനി ശരത്തിനെ ക്യാപ്റ്റനായിട്ട് കാണാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ടാസ്ക് നടന്നതെല്ലാം തോന്നുന്നു. എന്തായാലും ആ ഒരു നോമിനേഷനാണ് വന്നത്. പിന്നെ അതിനുശേഷം എന്തായാലും കുറേ ചെറിയ ഉരസലുകളും പ്രശ്നങ്ങളും നമ്മൾ ആ റെന ഫാത്തിമയായിട്ട് ഇരുന്ന് നമ്മുടെ പഴയ കാര്യങ്ങൾ അനുമോള് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അനുമോളുടെ ഒരു പറഞ്ഞു, എല്ലാവരും കൂടെ അനുമോളെ ഒരു ജസ്റ്റ് കോർണറൈസ് ചെയ്യുന്ന പോലെ തോന്നുന്നു. കാരണം അനുമോളെ പിന്നെ അവിടെ ഭയങ്കരമായിട്ട് എല്ലാവരും ഹ്യൂമാനിറ്റിയെ കുറിച്ച് സംസാരിക്കുന്നു. അതുപോലെ തന്നെ ഈ എന്താണ് ഹേർട്ട്, എനിക്കത് മനസ്സിലാവുന്നില്ല. എന്ത് ഹ്യൂമാനിറ്റിയുടെ ബിഗ് ബോസ് ഷോയിൽ കളിക്കാൻ പോയി അവിടെ ഹ്യൂമാനിറ്റി എന്താണ്? പിന്നെ ഈ ഓരോന്ന് രഹസ്യമായിട്ട് പറയുന്നത്, എവിടെയാണ് രഹസ്യം? 70-72 ക്യാമറ ഉള്ള സ്ഥലത്ത് എവിടെയാണ് രഹസ്യമായിട്ട് പോയി പറയുന്നത്? ഇവരെന്താണ് വിചാരിക്കുന്നത്? ഇവർക്ക് ബിഗ് ബോസ് ഷോയെ കുറിച്ചൊന്നും അറിയില്ലേ? 24x ലൈവ് കാണുന്ന റിവ്യൂസ് ഉണ്ട്. അപ്പം ഞാനെന്നൊക്കെ പറഞ്ഞാൽ 12 മണിക്ക് പോയി കിടന്നുറങ്ങി 4:30 മണിക്കേ ഉണരത്തുള്ളൂ. അപ്പോൾ 3-4 മണിക്കൂറൊക്കെ നമ്മൾ ഉറങ്ങും. അത്രയും സമയത്ത് ഇടയ്ക്ക് എന്ത് നടന്നാലും അറിയത്തില്ല. പിന്നെ ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോഴൊന്നും ഞാൻ ഈ ബിഗ് ബോസിന്റെ ഇത് കാണുന്നില്ല, ലൈവ് കാണുന്നില്ല. പിന്നെ ഞാൻ അതിൻ്റെയൊക്കെ റിവ്യൂ പോയിട്ട് അതിൻ്റെ എടുത്തിട്ടാണ് കാണുന്നത്. പോയി തിരിച്ച് അടിച്ചിട്ടാണ് അടിച്ചിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇത് 24 hours കാണുന്ന റിവ്യൂസ് ഉണ്ട്. ഇവിടെ ഇഷ്ടം പോലെ പേരുണ്ട്. അവർ ഇതേന്നും പറഞ്ഞ് ഇതേന്നും പറഞ്ഞിട്ടിരിക്കുന്ന റിവ്യൂസ് ഉണ്ട്. അപ്പോൾ അവരിത് കണ്ടുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ 24 മണിക്കൂർ റിവ്യൂ പറയാത്ത ജനങ്ങൾ തന്നെ ഒരുപാട് അഡിക്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ ഇഷ്ടപ്പെടുന്ന, ബിഗ് ബോസിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് ഇത് 24x7 കാണുന്നുണ്ട്. 100 ദിവസത്തേക്ക് അവർ ഉറക്കം ഉഴച്ചിരുന്ന് കാണുന്ന ഒരു പരിപാടിയാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് എന്ത് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ നടന്നാലും അറിയാം. അപ്പോൾ ഇവർ രഹസ്യമായിട്ട് പറയണമെന്ന് പറയുന്നത് ബാത്റൂമിനകത്ത് മാത്രമാണ് ക്യാമറ ഇല്ലാത്തത്. അത് ആദ്യം മനസ്സിലാക്കണം. ബാത്റൂമിനുള്ളിൽ മാത്രമാണ് ക്യാമറ ഇല്ലാത്തത്. അപ്പോൾ ബാത്റൂമിനുള്ളിൽ എന്തായാലും 2-3 പേര് ഒരുമിച്ച് പോയെന്ന് പറയുന്നില്ലല്ലോ. അപ്പോൾ എന്തായാലും എവിടെ വെച്ച് എന്ത് കാര്യം ചെയ്താലും നമ്മൾ പുറത്തിരുന്നവരറിയും. അത് ഇവർ മനസ്സിലാക്കാതാണോ ഈ ഹൗസിനുള്ളിലേക്ക് പോയത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവരെല്ലാവരും പറയുന്നേക്കാം പബ്ലിക്കായിട്ട് പറഞ്ഞു. എന്തുകൊണ്ട് ഇത് പബ്ലിക്കാണ്. നിങ്ങൾ ഈ ബിഗ് ബോസ് ഷോയിൽ കാണിക്കുന്ന നട റോഡിൽ പോയി നിന്ന് ചെയ്ത് കാണിക്കുന്ന പോലെയാണ്. അത് ആദ്യം മനസ്സിലാക്കുക. നട റോഡിൽ നിങ്ങൾ എന്ത് കാണിക്കുന്നു, ഇപ്പോൾ ഒരു പബ്ലിക് പ്ലേസിൽ ഒരു ജംഗ്ഷനിൽ പോയി നിങ്ങൾ അത് അത്രയും പേരെ കാണിച്ചോളൂ എന്ന് പറയാം. ഒരു പബ്ലിക് പ്ലേസിൽ പോയി എന്ന് കാണിച്ചാൽ അത്രയും പേര് അവിടെയുള്ള ജനങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. അല്ലെങ്കിൽ അതുവഴി പോകുന്ന ബസ്സുകാരോ അല്ലെങ്കിൽ കാറുകാരോ അല്ലെങ്കിൽ വണ്ടിക്കാരോ അതുവഴി നടന്നു പോകുന്നവരോ അവിടെയുള്ള കടകളോ ഒക്കെ മാത്രമേ കാണുന്നുള്ളൂ. ഇതതുപോലെയല്ല. എന്താ പറയണേ, ഒരു സോഷ്യൽ മീഡിയ പിന്നെ ഇന്റർനെറ്റ് വഴി ലോകം മുഴുവൻ കാണുവാണ്. ഈ കാണുന്ന ഈ സ്ഥലത്താണ് നിങ്ങൾ ഇരിക്കുന്നത്. നിങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങൾ എന്ത് കേട്ടാലും നിങ്ങൾ എന്ത് ആംഗ്യം കാണിച്ചാലും ഇതെല്ലാം ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ജനങ്ങൾ കാണിക്കണം. ഇത്രയും നിങ്ങൾക്ക് കോമൺ സെൻസ് ഇല്ലേ? ഞാനതാണ് ആലോചിക്കുന്നത്. പബ്ലിക്കായിട്ട് പറഞ്ഞല്ലോ. അപ്പോൾ ഈ കുറേ ആൾക്കാർ ഓരോ കമന്റ് ബോക്സിലും വന്നിട്ട് മെഴുകുന്നുണ്ട് കേട്ടോ. എന്തിനാണ് ഈ അനുമോൾക്ക് വിഷമമാവത്തില്ലേ? അനുമോളെ അങ്ങനെ കള്ളി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അനുമോളെ കള്ളി എന്ന് വിളിക്കുന്നതും മുടിയിൽ പേൻ താഴോട്ടിറങ്ങി വരുന്നെന്ന് പറഞ്ഞത് അതൊക്കെ എവിടെ ഇരിക്കുന്നു? ഒരാളിനെ കള്ളി എന്ന് വിളിക്കുന്നത് അയാൾ കട്ടിട്ടില്ലാത്ത കാര്യങ്ങളെ അയാളെ കുറ്റം ചുമത്തി വിളിക്കുകയാണ്. ഇത് ഒരാളുടെ ഭാഗത്ത് നിന്ന് അയാളുടെ തലയിൽ പേനുണ്ട്. അത് ബിഗ് ബോസ് കൊടുത്തൊരു ടാസ്ക് ആണ്. ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്ത് എന്തിനാണ്? ഇവരെ തമ്മിലടിപ്പിക്കാൻ തന്നെ. അതാദ്യം മനസ്സിലാക്കുക. ഈ കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർ അത് മനസ്സിലാക്കുക. ബിഗ് ബോസ് എന്ന് പറയുന്ന പിന്നെ ഒരു ഷോയിൽ ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുക്കുമ്പോൾ ആ ടാസ്കിൽ കൃത്യമായ കാര്യം പറയണം. അവരാണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ മുഖത്ത് നോക്കി പറയാൻ കഴിയണം. അതാണ് നിലപാട്. നമുക്കൊരു വ്യക്തിയുടെ മുഖത്ത് നോക്കി നമുക്ക് അയാളെ ഇഷ്ടമല്ല, അല്ലെ നീ ചെയ്തത് തെറ്റാണ്, അല്ലെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള തെറ്റുകളുണ്ട്, അല്ലെ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ഇന്ന കാര്യങ്ങൾ ഞാൻ കണ്ടു, അത് ശരിയല്ല എന്ന് പറയുന്നതാണ് റിയൽ നിലപാട്. അതാണ് വ്യക്തിത്വം. അല്ലാണ്ട് അവിടെ മാറിയിരുന്ന് ഒളിച്ചിരുന്ന് പറയുന്നതും ഇപ്പുറത്തിരുന്ന് ചിരിക്കുന്നതും അല്ല. ഇവരെല്ലാം ഈ കണ്ടസ്റ്റന്റുകളെല്ലാം പല സ്ഥലത്തായിട്ടിരുന്ന് ഈ രേണുസുതി എന്ന് പറയുന്ന വ്യക്തിയെ കളിയാക്കി ചിരിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് എന്തുകൊണ്ട് പുറത്തെടുക്കാൻ പറ്റുന്നില്ല? അവർ വിചാരിക്കുന്ന ഇവരുടനെ സ്ത്രീ കാർഡ് ഇറക്കും, വിധവാ കാർഡ് എടുക്കും. ലോകത്താരും വിധവകളില്ല. ഇവർക്ക് സത്യം പറഞ്ഞാൽ ഇവര് ഭർത്താവ് മരിച്ചു പോയത് കൊണ്ട് അവർക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് ആണ്. അവർ ഭർത്താവ് മരിച്ചപ്പം ഒരു ഷെഡിനകത്ത് ഒരു ചെറ്റ പോലുള്ള ഒരു പലക അടിച്ച ഒരു വീട്ടിൽ മറ്റുമാണ് താമസിച്ചിരുന്നത്. ഒരു ഭർത്താവ് ഉണ്ടായിരുന്നപ്പോൾ അവർ 4-5-6 വർഷം ഭർത്താവ് ഉണ്ടായിരുന്നപ്പോൾ അവരെ കൂടെ ജീവിച്ചതെന്ന് പറഞ്ഞാൽ ഒരു വളരെ എന്തോ പറഞ്ഞ ഷീറ്റൊക്കെ ഇട്ട് ഒരു പലക അടിച്ച ഒരു വീടായിരുന്നു. അത് ഞാൻ എന്താ ചാനലിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വീട്ടിൽ താമസിച്ചിരുന്ന അവർക്ക് അവരെ ഭർത്താവ് മരിക്കുന്ന ഒരു ഭാഗ്യമൊന്നുമല്ല പറയാം. ഭർത്താവ് മരിച്ചപ്പോൾ അവർക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും വന്നു. അവർക്ക് വീടുണ്ടായി. അവരെ മക്കൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും. അവർക്ക് ഫ്രിഡ്ജ്, വീട്ടിനകത്ത് വീട് മാത്രമല്ല കൊടുത്തേ, കട്ടില്, ബെഡ്, ബെഡ്ഷീറ്റ്, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, സകലം വെള്ളം കുടിക്കാനായിട്ടുള്ള വാട്ടർ പ്യൂരിഫയർ വരെയാണ് അവർ ഫിറ്റ് ചെയ്ത് കൊടുത്തത്. ഡൈനിങ് ടേബിൾ, ഇതൊക്കെ നമ്മളൊരു വീട് വെച്ച് വാങ്ങിക്കണമെങ്കിൽ എത്ര ലക്ഷം രൂപ നമ്മൾ ഉണ്ടാക്കണം, അല്ലെങ്കിൽ കടം വാങ്ങണം. അപ്പോൾ ഇതെല്ലാം അവർ കൊടുത്ത് എല്ലാ സൗകര്യങ്ങളും കൊടുത്ത് പിന്നീട് പോയിട്ട് എന്താ ചെയ്യേണ്ടത്? പിന്നീട് കുട്ടികളെ പഠിപ്പിക്കാനുള്ള അവസ്ഥയുണ്ട്. പിന്നെ നമുക്ക് ചോറുണ്ടാൽ മതി, നമുക്ക് ഈ ഫുഡ് കഴിച്ചാൽ മതി. ഈ ഫുഡിന് വേണ്ടിയിട്ട് എന്ത് ജോലി ചെയ്യുന്നതിന് പാട്? അഭിനയിക്കാൻ അറിയെങ്കിൽ അഭിനയിക്കണം. റീൽസോ ഷോർട്ട് ഫിലിമോ സീരിയലോ എന്തുവാണെങ്കിലും ഇഷ്ടം കിട്ടുന്ന നാടകമോ കിട്ടുന്നതനുസരിച്ച് അഭിനയിച്ച് ജീവിച്ചൂടെ? അതിന് ആരാണ് ഇവിടെ തെറ്റ് പറയുന്നത്? ഈ കൊടുത്തവരെ ആൾക്കാരെ മോശമായിട്ട് പരാമർശിച്ചത് കൊണ്ടും അതിൽ കിട്ടിയവരെ ചീത്ത വിളിച്ചത് കൊണ്ടും നന്ദിയില്ലായ്മ കാണിച്ചത് കൊണ്ടും അല്ലേ ആൾക്കാർ പറയുന്നത്. പിന്നെ പലരും പറഞ്ഞു കാണും, പല ആൾക്കാർക്കും പല ആറ്റിറ്റ്യൂഡാണ്. കൊല്ലം സുതി ഉണ്ടായിരുന്ന സമയത്ത് ഇവര് വീട്ടമ്മയായിട്ട് അടങ്ങി ഒതുങ്ങിയിരുന്നല്ലോ. ഇപ്പോൾ അവര് കുറച്ച് അല്പം മാത്രം വസ്ത്രം ധരിക്കുന്നു, അങ്ങനെ പോകുന്നു കാണുമ്പോൾ പല ആൾക്കാർ ഇപ്പൊ എന്നെ പോലെ ആയിരിക്കത്തില്ല എല്ലാവരും. ഞാൻ അങ്ങനെ ഒരിക്കലും ഒരിക്കലും ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല. അത് അവരുടെ ചോയ്സാണ്. അവർ ഡ്രസ്സ് ഇടുന്നത് അവരുടെ ചോയ്സാണ്. അവർ ജീവിക്കാൻ വേണ്ടി എന്ത് ജോലി ചെയ്യുന്നു എന്നുള്ളത് അവരുടെ ചോയ്സാണ്. അവർക്കിപ്പം വെൽ എഡ്യൂക്കേറ്റഡ് ഒന്നും അല്ല. അപ്പോൾ അവർക്കുള്ള എഡ്യൂക്കേഷൻ വെച്ചിട്ട് അവർക്ക് കിട്ടുന്നില്ല, അവർക്ക് അറിയാവുന്ന അവർക്കുള്ള ഇഷ്ടമുള്ള ജോലി ചെയ്യുക, അത്രയേ ഉള്ളൂ. പിന്നെ അവർ പറഞ്ഞതെന്ന് ഒരു വലിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് കള്ളം പറഞ്ഞു അവർ ഇന്ന പഠിച്ചത്. എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്തുമാത്രം കഷ്ടപ്പെട്ടാണെന്നറിയാം. എത്രയോ ലക്ഷക്കണക്കിന് രൂപ എടുത്തിട്ട് ലോൺ എടുത്തിട്ടാണ് നഴ്സിംഗ് ഒക്കെ കുട്ടികൾ പഠിക്കുന്നത്. നമ്മൾ പണ്ടൊരു ഒരു വാർത്ത വായിച്ചില്ല, ഒരു കുട്ടി നഴ്സിംഗിന്റെ ഫീസ് അടയ്ക്കാൻ ബാങ്ക് വായ്പ കിട്ടാത്തത് കൊണ്ട് ആത്മഹത്യ ചെയ്തൊരു കുഞ്ഞുകുട്ടിയുടെ കുറിച്ച്. അപ്പോൾ അതേ കണക്ക് ഒരുപാട് പൈസ മുടക്കിയിട്ടാണ് നഴ്സിംഗ് ഒക്കെ പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഓരോരോ കോഴ്സുകൾ ഞാൻ ഇന്നത് പഠിച്ചു, ഞാൻ അവിടെ എയർപോർട്ടിലുണ്ടായിരുന്നു, ഞാൻ ഇന്ന എയർപോർട്ടിലുണ്ടായിരുന്നു, ഞാൻ എയർ ഇന്ത്യയിലുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത്
കാരണം എൻ്റെ ഹസ്ബൻഡ് ദുബായ് എയർപോർട്ടിൽ ജോലി ചെയ്തിരുന്ന ഒരാളാണ്. ദുബായ് എയർപോർട്ടിൽ ജോലി ചെയ്യുന്ന എയർപോർട്ട് സ്റ്റാഫായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എയർപോർട്ടിലൊക്കെ ജോലി കിട്ടുന്നത് എങ്ങനെയാണ്, ജോലി എന്താണ്, ഇതെല്ലാം നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ് നമ്മളപ്പോൾ അത് പറഞ്ഞത് അതങ്ങനെ പറഞ്ഞിട്ട് എന്നാ പറയണം, ഞാൻ അങ്ങനെ അന്നത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞു പോയതാണ്, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്തില്ല. അവിടെ അത് കഴിഞ്ഞു. അപ്പൊ ഈ പറഞ്ഞ ആൾക്കാരെ ചീത്ത വിളിക്കാനും പറഞ്ഞ ആൾക്കാർക്ക് എതിരെ പോകാനും പോയത് കൊണ്ടല്ലേ വീണ്ടും പറഞ്ഞു. അപ്പൊ ആ കുട്ടിക്ക് ഇഷ്ടമാണ് അത്. പിന്നെ ബിഗ് ബോസ് ഹൗസിലെല്ലാം പറഞ്ഞല്ലോ, ഞാൻ ഇങ്ങനെ എപ്പോഴും ഞാൻ എപ്പോഴും ചൊറിഞ്ഞുകൊണ്ട് നടക്കുന്ന ആളാണ്. അപ്പൊ എന്നെ ട്രോളർമാർ ട്രോളും. അപ്പൊ ട്രോളുമ്പോൾ ഞാനത് ആസ്വദിക്കാറുണ്ടെന്ന്. അപ്പൊ ട്രോളർമാർ ട്രോളുന്ന കാര്യം ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ പിന്നെ എന്തിനാണ് ഈ ബാക്കിയുള്ള പുറത്ത് കിടക്കുന്ന ആൾക്കാർ ഇത്രയും കൂടുതൽ വിഷമിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം അത് ട്രോളുന്നത് ആസ്വദിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് നെഗറ്റീവ് ഫെയിം ചെയ്ത് ഏതെങ്കിലും രീതി അതെപ്പോഴും സോഷ്യൽ മീഡിയയിൽ ലൈവായിട്ട് നിൽക്കണമെന്ന് ആഗ്രഹിച്ചു. അത് ഓരോരുത്തരുടെയും മാനസികാവസ്ഥ. പല ആൾക്കാർക്കും പല തരത്തിലുള്ള മാനസികാവസ്ഥയാണ് അല്ലേ. നമ്മളിപ്പം അങ്ങനെ നിൽക്കാൻ ആഗ്രഹിക്കാത്ത ആൾക്കാരാണെങ്കിൽ നമ്മൾ വേണ്ട, അങ്ങനെയുള്ള ഫെയിം ഒന്നും നമുക്ക് വേണ്ട. ഇന്ന് ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ആളാണ്. നമുക്ക് അങ്ങനെ ഫെയിം ഒന്നും വേണ്ട, നമുക്ക് ഉള്ളത് കൊണ്ട് ജീവിച്ചാൽ മതി. പിന്നെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഏതെങ്കിലും ഒരു മൂവി കിട്ടുവാണെങ്കിൽ, പിന്നെ വേറൊന്നും ഞാൻ ചെയ്തിട്ടില്ല, സീരിയലോ കാര്യങ്ങളോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, ഷോർട്ട് ഫിലിം ചെയ്തിട്ടില്ല, റീല് ചെയ്തിട്ടില്ല. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ ചുമ്മാ ഇങ്ങനെ പിടിക്കും, അല്ലാണ്ട്. അപ്പോൾ അതിനപ്പുറത്തേക്ക് നമുക്ക് താല്പര്യമില്ല. നമുക്ക് സിനിമ കിട്ടുവാണെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഏതെങ്കിലും ഏതെങ്കിലും കാലത്ത് ദൈവം സഹായിച്ച് പ്രൊഡ്യൂസ് ചെയ്ത് നമ്മളൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് സിനിമയിൽ അഭിനയിക്കാൻ കഴിയുമെങ്കിൽ ചെയ്താൽ മതി എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. അപ്പോൾ അത് ആഗ്രഹമുണ്ടെങ്കിൽ ഞാനൊരു സ്റ്റോറി എഴുതുന്നത് സ്റ്റോറി റൈറ്ററും കൂടിയാണ്. അപ്പോൾ നമ്മൾ കുറേ സ്റ്റോറികളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കൊരു ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങൾ വേണം ചെയ്യാം എന്ന് വിചാരിച്ചിട്ടുള്ള പിന്നെ സ്ക്രിപ്റ്റ് ചെയ്യണം. ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്, ബഡ്ജറ്റും ഒക്കെ ആക്കി വെച്ചിരിക്കണം. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷേ ഇത് ഇങ്ങനെ പറയും, സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന ഒരു സ്ഥലത്ത് ഒരെണ്ണം പറയും, അപ്പുറത്തെ സ്ഥലത്ത് വേറെണ്ണം പറയും, ഇപ്പുറത്തെ സ്ഥലത്ത് വേറെണ്ണം പറയും. അങ്ങനെ പറയുമ്പോഴാണ് ഈ കുട്ടിനെ വിമർശിക്കുന്നത്, അല്ലാണ്ട് വേറെ ഒന്നും അല്ലാണ്ട് രേണുസുതി വിമർശിച്ചിട്ട് എന്താണ്. അപ്പോൾ വിമർശിച്ച് ആൾക്കാരത് ഒരാൾ കള്ളം പറയുമ്പോൾ അല്ലെ അത് തെളിയിക്കാൻ വേറൊരാൾ വരും, അപ്പോൾ വീണ്ടും കള്ളം പറയും, അപ്പോൾ വീണ്ടും തെളിയിക്കാൻ വരും. ഇത് ജനങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റായി മാറി. ആ ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് എടുത്തു വെച്ച് ആൾക്കാർ റിയാക്ട് ചെയ്യും, ജനങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. അപ്പം യൂട്യൂബ് ആൾക്കാരുടെ ഒരു വീഡിയോ, ഇപ്പോൾ എന്നെക്കുറിച്ച് ഒരാൾ വീഡിയോ ചെയ്താൽ അത് കയറിപ്പോയാൽ എന്നെക്കുറിച്ച് വീണ്ടും വീഡിയോ ചെയ്യണമെന്നാണ് യൂട്യൂബ് അൽഗോരിതം. അതൊക്കെ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് സാധനങ്ങളല്ലേ. അപ്പോൾ അവർ കയറ്റി വിടും. ഇതിങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കും. ഇത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ രേണുസുതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്താൽ നന്നായിട്ട് കയറിപ്പോകും. നമ്മൾ വേറൊരു നല്ല കാര്യം പറഞ്ഞാൽ അത് പോവില്ല. എൻ്റെ വാർത്താ ചാനലിൽ എത്രയോ വീഡിയോ ഇടുന്നു, എവിടെ കയറിപ്പോകുന്നു, ചിലതൊക്കെ കയറിപ്പോകും. വേടൻ്റെ കാര്യം പറയുമ്പോൾ എന്താ പറഞ്ഞാൽ സെൻസേഷണലായിട്ട് ജനങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ, അല്ലാണ്ട് റെലവൻ്റ് എന്നുള്ളൊരു വാക്ക് വെച്ചിട്ട് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കയറി പോവില്ല. അതിപ്പോൾ നമ്മുടെ കുറ്റമല്ല, അത് യൂട്യൂബിൻ്റെ ഒരു അൽഗോരിതം വഴി അങ്ങനെ വരുന്ന സംഭവമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ജയിലിൽ അടിപൊളി ടാസ്ക്കാണ് കൊടുത്തത്. ഈ ടാസ്കൊക്കെ എങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ടാസ്ക് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് സൂചിയുടെ എണ്ണം എണ്ണിയിട്ട് 1 2 3 2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് സൂചി ആവണം. ബിഗ് ബോസിന് ചരിത്രത്തിൽ ആദ്യമായിട്ട് ബിഗ് ബോസ് ഇത് കൊടുത്തു, എന്താ പറയുക, സമയം പറഞ്ഞു കൊടുത്തു. രാത്രി 9 മണിയാണ്. ഈ സമയം തൊട്ട് 1 2 3 60 സെക്കൻഡ് എണ്ണി 1 മിനിറ്റ് ചോക്കോട്ട് വരച്ചിടണം. അങ്ങനെ നാളെ രാവിലെ വരെ ചെയ്യണം. ആദ്യം തൊട്ടുള്ള സമയം മറന്നു പോയി കഴിഞ്ഞാൽ വീണ്ടും ലാലേട്ടം വരുന്നവരെ ഈ ഒരു ടാസ്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. ഭയങ്കര കഠിനമായിട്ടൊരു ടാസ്ക് ആയിപ്പോയി. എന്തായാലും അവരവിടെ നിന്ന് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളവരൊക്കെ അവിടെയൊക്കെ ഇത്തിരി നേരം നിന്നതിന് ശേഷം പിന്നീട് അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയി. എന്തായാലും പിന്നെ നമ്മുടെ ജിസേലിന് ഒരു അപാര പണിയാണ് കിട്ടിയതെന്ന് പറയാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ല കേട്ടോ. നല്ല അടിപൊളി പണിയാണ് കിട്ടിയത് ജിസേലും മൊനിയലും കൂടി അവിടെ ഇരുന്ന് ടാസ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ ബാക്കിയുള്ള എന്തെങ്കിലും വിശേഷങ്ങളുണ്ടെങ്കിൽ രാത്രി വരാം, അല്ലെങ്കിൽ നാളെ രാവിലെ കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഓക്കെ.